അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൂറ അൽ മുൽക്കിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ ചെറിയ രീതിയിലുള്ള വിവരണങ്ങളുമാണ്. വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ സൂറത്താണ് സൂറ അൽ മുൽക്ക്. മക്കയിൽ അവതരിക്കപ്പെട്ട ഈ സൂറത്തിൽ 30 ആയത്തുകളാണുള്ളത്. സൂറ അൽ മുൽക്ക് എന്നതിനു പുറമെ സൂറ തബാറക്ക, സൂറ അൽ മാനിയ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെടുന്നു. തഫ്സീറുകളിൽ ഈ സൂറത്തിന് മറ്റു ചില പേരുകളും പറഞ്ഞിട്ടുള്ളതായി കാണാം. ഈ സൂറത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് തബാറക്ക അല്ലെങ്കിൽ മുൽക്ക് സൂറത്ത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വ്യക്തിയെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാലിൻ്റെ ഭാഗത്ത് കൂടി ശിക്ഷ വരും. അപ്പോൾ ശിക്ഷ തടയപ്പെടും. ആ ഒരു സമയത്ത് ശിക്ഷയോട് പറയുകയാണ്, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല, ഇയാൾ സൂറ അൽ മുൽക്ക് പാരായണം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ്. പിന്നീട് നെഞ്ചിൻ്റെ ഭാഗത്ത് കൂടിയും വയറിൻ്റെ ഭാഗത്ത് കൂടിയും ശിക്ഷ വരും. ആ സമയം പറയപ്പെടും, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല, കാരണം ഈ വ്യക്തി സൂറ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ്. പിന്നീട് ശിക്ഷ തലയുടെ ഭാഗത്ത് കൂടെ വരും. ആ സമയത്ത് പറയപ്പെടും, ഇതിലൂടെ ശിക്ഷ വരാൻ കഴിയില്ല, കാരണം ഈ വ്യക്തി സൂറ അൽ മുൽക്ക് പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇത് അൽ മാനിയ എന്നറിയപ്പെടുന്നു, അതായത് തടയപ്പെടുന്ന സൂറത്ത്. ഖബറിലെ ശിക്ഷയെ തടയപ്പെടും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. തൗറാത്തിലെ സൂറ അൽ മുൽക്ക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും എല്ലാ രാത്രിയിലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്ത് പാരായണം ചെയ്താൽ ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവർക്ക് രക്ഷ നൽകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ ഈ സൂറത്തിന് അൽ മാനിയ എന്ന പേര് നൽകിയിരുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ ഒരു സൂറത്താണ്. ഇത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന ആളുകൾ ഏറെ പുണ്യങ്ങൾ നേടിയിരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയപ്പെടുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. അദ്ദേഹം പറയാണ്, സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മുത്തുനബി പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ് കാണാം. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിൻ്റെ വക്താവിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്നുവത്രേ. അതത്രേ തബാറക്ക സൂറത്ത്. അതിൻ്റെ മറ്റൊരു പേരാണത്രയും അൽ മുൽക്ക്. അതുപോലെ ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിൻ്റെ വക്താവിന് വേണ്ടി അള്ളാഹുവിനോട് തർക്കിക്കും. ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ആ സൂറത്ത് അങ്ങനെ തർക്കിച്ചു കൊണ്ടേയിരിക്കും. അതാണ് തബാറക്ക സൂറത്ത്. അതുപോലെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണുന്നുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഖുർആനിലെ 1/3 തുല്യമാണ്. അതുപോലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നവന് അതിൻ്റെ ആളിന് വേണ്ടി പരലോകത്ത് തർക്കിക്കുന്നതാണ്. മേൽ കൊടുത്തിട്ടുള്ള ഹദീസുകളിൽ നിന്നെല്ലാം താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്നാമത്തത്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ് തബാറക്ക സൂറത്ത്. രണ്ടാമത്തത്, സൂറ മുൽക്ക് പാരായണം ചെയ്യുന്നത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാണ്. 3, സൂറ അൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യൽ സുന്നത്താണ്. 4, പരലോകത്ത് സൂറ അൽ മുൽക്ക് അതിൻ്റെ വക്താവിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്നതാണ്. 5, പരലോകത്ത് സൂറത്തുൽ മുൽക്ക് അതിൻ്റെ വക്താവിന് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ ഷഫാഅത്ത് നടത്തും. അയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനോട് തർക്കിക്കുകയും ചെയ്യും.
സൂറത്തുൽ മുൽക്ക് ഷഫാഅത്ത് ചെയ്യുന്നതും തർക്കിക്കുന്നതും അതിൻ്റെ വക്താവിന് വേണ്ടിയാണ്. സൂറത്തുൽ മുൽക്ക് അർത്ഥവും ആശയവും മനസ്സിലാക്കുകയും അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് അതിൻ്റെ വക്താക്കൾ. സത്യവിശ്വാസികൾ ഓരോരുത്തരും ഈ സൂറത്തിൻ്റെ വക്താവാകുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്.